ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത്. ശബരിമലയ്ക്ക് പുറമെ മറ്റു ക്ഷേത്രങ്ങളിലെ പരാതികൾ കൂടി പരിശോധിക്കാനുള്ള അധികാരം സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ ഹൈക്കോടതി തീരുമാനം ദേവസ്വം ബോർഡിന് തലവേദനയാകുമെന്നുറപ്പാണ്. കുത്തഴിഞ്ഞ ഭരണ സംവിധാനം, ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ ഒക്കെ സ്പെഷ്യൽ കമ്മീഷണറുടെ മുന്നിലേക്ക് എത്തുന്നത് ബോർഡിന് കൂടുതൽ കുരുക്കാകും, തലവേദനയാകും, ചോദ്യങ്ങൾ ഉയരും. ഈ വാർത്ത നമുക്കായി എത്തിക്കുന്നത് അരുൺ കൊടുങ്ങൂരാണ്. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പല പ്രേക്ഷകരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലെ ഈ കെടുകാര്യസ്ഥത, ഇത്തരം കൊള്ള, അഴിമതി, ഇതൊക്കെ കൂടി ഇതുപോലെ ചർച്ചയാക്കണ്ടേ, അന്വേഷിക്കണ്ടേ എന്ന്. അതിനുള്ളൊരു സംവിധാനമാണ്, അതിനുള്ളൊരു ആദ്യ പടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് കീഴിൽ ഇപ്പോൾ ഇതുവരെ ദേവസ്വം ബോർഡ് ശബരിമല മാത്രമായിരുന്നു എങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഈ ഒരു ഓംബുഡ്സ്മാൻ എന്നോ ഒരു വാച്ച് ഡോഗ് എന്നോ ഒക്കെയുള്ളൊരു അധികാരം സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരിക്കുകയാണ്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 1, 2, ബോർഡിന് തലവേദന കൂടുകയാണ്, പക്ഷേ ഭക്തർക്ക് ആശ്വാസമേകുന്ന വാർത്തയും. അരുൺ. തീർച്ചയായും അതുതന്നെയാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്നുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു നേരത്തെ മുതൽ തന്നെ നിയമിച്ചിരുന്നത്. പക്ഷേ അതിലൊരു വലിയ മാറ്റം, ഒരു സമഗ്രമായൊരു മാറ്റമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഉയരുന്ന ഇത്തരത്തിലുള്ള പരാതികളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാനുള്ള ഒരു ചുമതല കൂടിയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ആർ ജയകൃഷ്ണന് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങൾ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഇതുപോലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കേസുകളൊക്കെ തന്നെ ചിലർ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം മൂലം അത് ചില ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത നയം മൂലം തന്നെ അതൊന്നും തന്നെ പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരണം, അല്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ട് ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം അത് ഭക്തജന സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കാലങ്ങളായി ഉയരുന്ന ഒരു ആവശ്യമാണ്. കാരണം അത്ര വലിയ കെടുകാര്യസ്ഥതയിലൂടെയാണ് ചില ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ചില ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ പോകുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ സംരക്ഷിക്കുന്നതിൽ ഗുരുതരമായ കുറ്റകരമായ അനാസ്ഥ എന്നുള്ള ആ വാക്ക് തന്നെയാണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് കൃത്യമായി തന്നെ പാലിക്കാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അതോടൊപ്പം തന്നെ മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾക്കൊക്കെ തന്നെ വഴങ്ങി മുന്നോട്ട് പോകുന്ന ചില ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരുടെ നടപടി മൂലം കോടിക്കണക്കിന് രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ രേഖാമൂലമൊക്കെ തന്നെ പല പരാതികൾ നൽകിയിട്ടും പല ഇടപെടലുകളുണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് സ്വർണത്തിൻ്റെ കാണിക്കയായി വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കാര്യമാകട്ടെ അതോടൊപ്പം തന്നെ ഭൂമിയാകട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് പല തവണ അല്ലെങ്കിൽ നാമജപ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ തന്നെ നടന്നതാണ്. ഈ ശബരിമല ഈ തട്ടിപ്പ് കേസ് പുറത്ത് വന്നതിന് പിന്നാലെ ഒരു പിടി കേസുകൾ, നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് കേസുകൾ ഈ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തന്നെ കേവലം പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഭക്തരൊക്കെ തന്നെ അതിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അത് കൃത്യമായി തന്നെ പരാതി ലഭിച്ചാൽ അത് പരിശോധിക്കാനുള്ള ഒരു അധികാരം സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഈ ഭൂമി കൊള്ളയിൽ നമുക്കറിയാം മാസങ്ങൾ നീണ്ട ഒരു അന്വേഷണങ്ങളിലായിരുന്നു നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭൂമി കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. കൃത്യമായ ഡോക്യുമെൻ്റ് കയ്യിലുണ്ട്, കൃത്യമായ രേഖകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ ദേവസ്വം ബോർഡ് കാണിക്കുന്ന കുറ്റകരമായ ഒരു അനാസ്ഥ, ആ വിഷയങ്ങളൊക്കെ തന്നെ ഇനി ഈ പരാതി രൂപേണ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ പക്കലേക്ക് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇത്തരത്തിലുള്ള നിയമ പോരാട്ടം നടത്തുന്നവരൊക്കെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭഗവാന് മുന്നിൽ അല്ലെങ്കിൽ അവിടുത്തെ ദേവിക്ക് മുന്നിൽ ഈ കാണിക്കയായി അർപ്പിക്കുന്ന ഈ സ്വർണ്ണമടക്കമുള്ള അമൂല്യമായ വസ്തുക്കൾ, ആ വസ്തുക്കളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റ് സ്വത്തുക്കൾ അത് തട്ടിയെടുക്കുന്ന നടപടികളൊക്കെ തന്നെയുണ്ട്. ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണർക്ക് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു പരിധിയിലേക്ക് എത്തുന്നതോടെ ദേവസ്വം ബോർഡിന് കൂടുതൽ തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി ഒരുപാട് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഒരു നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു.
ഉണ്ടായിരുന്നു. ആ സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിച്ചിരുന്നു. അതിനൊക്കെ ഏറ്റ ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ അടുത്തിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായുള്ള ആ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന പ്രദീപ് പിള്ള. അതായത് അരുൺ കൊടുങ്ങൂർ, ഈ പ്രദീപ് പിള്ള പറഞ്ഞവസാനിച്ചത് ഭക്തർക്ക് ആശ്വാസമാകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഭക്തർക്ക് ആശങ്ക കൂടും. കാരണം ഞങ്ങൾ തൊഴുതതൊക്കെ സ്വർണ്ണ വിഗ്രഹമായിരുന്നില്ലല്ലോ, പഞ്ചലോഹമായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോവാണെന്നാണ് തോന്നുന്നത്. കാര്യം സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായി പരിശോധനയ്ക്ക് ഇറങ്ങുമ്പോൾ പിടിക്കപ്പെടും പലതും. കാരണം ആരും അറിയാതെ പോയത്. നമ്മൾ ഒറ്റ സങ്കല്പത്തിൽ, അവിടെ ഭഗവാൻ മാത്രമാണല്ലോ നമ്മുടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. അപ്പോൾ അവിടെ മറ്റെന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മറ്റൊരർത്ഥത്തിൽ ആലോചിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ കമ്മീഷണർ ഒന്ന് ഇറങ്ങിയാൽ നെഞ്ചിടിപ്പ് കൂടും പലർക്കും, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലടക്കം കൃത്യമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നൊരു സാഹചര്യത്തിലുണ്ട്. പക്ഷേ ഏറ്റവും ദുഃഖകരമായ സത്യം, ഈ ഇത്രയും ഗൗരവമേറിയ വിഷയം അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ നേരിട്ട് ബാധിക്കുക, നമുക്കറിയാം ഈ 2013 മുതലുള്ള, അതായത് ശബരിമല ക്ഷേത്രത്തിന് പോലും ആ ചൈതന്യത്തിന് പോലും രൂപമുണ്ടാക്കുന്ന നടപടി ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ കൊടിമരത്തിന് പെയിൻ്റ് അടിച്ച നടപടി ഉണ്ടായിട്ട് പോലും ആ സമയങ്ങളിലൊന്നും തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ശബരിമല പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റുമാനൂരുണ്ട്, വൈക്കമുണ്ട്, തിരുനക്കരയുണ്ട്, അതുപോലൊപ്പം തന്നെ മലയാളപ്പുഴയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ വാർത്തകളായി പുറത്തു വരുന്ന ഓരോ വിഷയങ്ങൾ, അതിൻ്റെ ഒരു ആഴത്തിലേക്ക് പോകുമ്പോഴാണ് എത്രത്തോളം തട്ടിപ്പുകളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുക. കാരണം കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനമാണ്. ഈ എന്താണോ ഏൽപ്പിച്ച ചുമതല അത് ചെയ്യാൻ മടിക്കുന്ന ഒരു ഭരണസമിതിയാണ് എല്ലായിടത്തും ഉള്ളത്. അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി, അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദം പലപ്പോഴും ഇവരൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ രണ്ടും കൽപ്പിച്ച് നടപടിയെടുക്കാൻ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ അവരെ രാഷ്ട്രീയമായി കൂച്ചുവിലം കിട്ടുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നു. അവർക്ക് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ പല തവണയും ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള വാർത്തകൾ അത് പുറത്തു വരികയും ചെയ്തിട്ട് എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ചോളം ഈ തട്ടിപ്പുകളൊക്കെ പുറത്തു വരുമല്ലോ എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ കാണിക്കായി സമർപ്പിച്ച സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള വലിയ ആശങ്കയുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അതൊരു ഏറ്റവും സുപ്രധാനമായ ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു ഇടപെടൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ശുദ്ധീകരണത്തിന് കൂടിയായിരിക്കും കളമൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ മുകളിൽ കൃത്യമായുള്ള ഒരു നിരീക്ഷണമുണ്ട് എന്നുള്ള ഒരു തോന്നൽ എങ്കിലും വരുത്തി തീർക്കാൻ ഈ ഒരു വിധിയിലൂടെ, ഈ ഒരു ഉത്തരവിലൂടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത്. കൃഷ്ണരാജ, അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റു ക്ഷേത്രങ്ങളിൽ പരാതികളുള്ള ഇടത്തൊക്കെ പോയി പരിശോധിക്കാനുള്ള അധികാരം നൽകുകയാണ്. ഇനിയും ഒട്ടേറെ വാർത്തകൾ വരാനുണ്ട്. ഒന്ന്, ഇന്നലെ നമുക്കൊരു അതിഥി ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥ്. നരേന്ദ്രമോദിജിയുടെ ചിത്രം വരച്ചുയർത്തിക്കാട്ടിയെന്ന് അദ്ദേഹം കത്ത് നൽകിയ. സിദ്ധാർത്ഥിനേക്കാൾ വലിയൊരു ഫാനുണ്ട് ആ വീട്ടിൽ. ആ പരിപാടിക്ക് പോകാൻ കഴിയാത്ത, സ്കൂളിൽ എക്സിബിഷൻ ആയത് കാരണം ആ പരിപാടിക്ക് പോകാൻ കഴിയാത്ത ഒരു അനിയനുണ്ട്, സംസ്കൃത്. സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും സംസ്കൃതും ഒക്കെ ഇന്നലെ ജനൻ TV സന്ദർശിച്ചിരുന്നു. ആ കുടുംബവിശേഷം നമുക്ക് കാണിക്കാനുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ തലസ്ഥാനത്ത് ചരിത്രം കുറിച്ച BJP കൗൺസിലർമാർ, മേയർ BV രാജേഷിൻ്റെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെയും നേതൃത്വത്തിൽ ഡൽഹിക്ക് പോവുകയാണ്. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ സ്വീകരണം ഒരുക്കാൻ ചരിത്ര മുഹൂർത്തങ്ങളൊക്കെയാണ് വരുന്നത്. ആ വാർത്തയും വിശേഷം അത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെ ഈ വിജയത്തെ എത്രമേൽ ഉന്നതമായി കാണുന്നു എന്നതാണ്. BJPയുടെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണത്, തെരഞ്ഞെടുപ്പ് രീതിയാണത്, ഒരു പദ്ധതിയാണ്. അഹമ്മദാബാദിൽ പണ്ട് ജയിച്ചു തുടങ്ങി ഗുജറാത്ത് പിടിച്ചെടുത്ത് BJP എത്രമാത്രം വളർന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് തലസ്ഥാനത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന 50 കൗൺസിലർമാർ. അവരുടെ വിജയത്തെ അംഗീകരിക്കലാണ്. ഇവിടെ വന്നു, അംഗീകരിച്ചു. ഡെപ്യൂട്ടി മേയർ കാലിൽ തൊട്ട് വഴങ്ങുമ്പോൾ തിരിച്ച് വണങ്ങുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ സ്വാഭാവികമായും എത്രമാത്രം ഉയർന്ന ചിന്തയാണ് BJPയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ വെച്ചു പുലർത്തുന്നതിൻ്റെ ഉദാഹരണമാണ്. വരൂ,
നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് ക്ഷണിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യതലസ്ഥാനത്ത് അവിടെ വിളിച്ചു വരുത്തി സ്വീകരണം നൽകുന്നു. കൃഷ്ണാജി പറഞ്ഞതിന് പിൻബലമേകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ബംഗാളിലും അസാമിലുമൊക്കെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുകയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും. കുറഞ്ഞത് 2-3 വട്ടമെങ്കിലും ഞാൻ ഇവരുടെ പ്രസംഗങ്ങൾ തത്സമയം കേട്ടു. എടുത്തു പറയുന്നുണ്ട്. കേരളത്തിൽ അസമിൽ പോയി അസമിൽ പറഞ്ഞു